പിന്നെന്തങ്ങാടി വാ തുറന്നാൽ മണ്ടത്തരം മാത്രം വിളമ്പുന്ന മാത്യു സാമുവലിന് എന്ത് സഭ? കത്തോലിക്ക സഭയെക്കുറിച്ച് എട്ടും പൊട്ടും അറിയാത്ത പേരെടുക്കുവാൻ വേണ്ടി മാത്രം എന്തും വിളിച്ചു കൂവുന്ന ഒരു യൂട്യൂബർ. സ്വന്തം ചാനലിന് പബ്ലിസിറ്റി കിട്ടണം, അതിനായി കണ്ടെത്തിയ മാർഗം എന്തായാലും കൊള്ളാം. കത്തോലിക്ക സഭയുടെ നെഞ്ചത്തോട്ട് കയറിയാലേ ചിലർക്കൊക്കെ കൃമികടി മാറൂ. ഒരു ക്യാമറയും മൈക്കും കയ്യിലുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാൻ താങ്കളെപ്പോലെ ചില വിവരമില്ലാത്തവർ ഉണ്ടാകുമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല മാഷെ. എന്നാൽ ഇരുമ്പാണിന്മേലാണ് തൊഴിക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലത്. അതിന്മേലോട്ട് തൊഴിച്ചവരൊക്കെ ഇപ്പോൾ അയ്യോ അമ്മേ എന്ന് പദം പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഊശാൻ താടിയും വെച്ച് സർവജ്ഞ പീഠം ചമഞ്ഞ് എല്ലാം തികഞ്ഞ ഒരു ജ്ഞാനിയെ പോലെ സ്വയം എന്തോ ഒരു സംഭവമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിച്ച് ലാഭം കൊയ്ത് പുട്ടടിക്കുന്ന ആൾ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആരും ഇയാളുടെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ അതാരും തേടി പോകരുത്. വിഷയം ഇതാണ് കേട്ടോ. മാർപ്പാപ്പയുടെ വിദേശയാത്രയിൽ പെട്ടിയെടുക്കുന്നതും ട്രാവൽ ഏജന്റായും അഭിവന്യ കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവാണെന്ന ഇദ്ദേഹത്തിന്റെ പുതിയ അറിവാണിപ്പോൾ ഇദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. എടോ മാഷെ, ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ചായ വിൽപ്പനയൊക്കെ നടത്തിയിട്ടുണ്ടെന്നേ. ചെറിയവരെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നത് കാലം അവർക്ക് വേണ്ടി കാത്തുവെക്കുന്ന സമ്മാനമാണ്. അഭിവന്യ പിതാവ് ഒരുപക്ഷെ ഭാവിയിൽ മാർപ്പാപ്പയും ആയേക്കാമെന്നേ. അച്ചായൻ എന്തിനാ ഇതിനു വേണ്ടി ഇത്രമാത്രം നിരാശപ്പെടുന്നേ? താങ്കൾക്ക് കത്തോലിക്കരെ കാണുമ്പോൾ ചൊറിച്ചിലാണെങ്കിൽ ചൊറിഞ്ഞ് അങ്ങോട്ട് മരിക്ക്. ഈശോയുടെ 12 ശിഷ്യന്മാരെ സാധാരണക്കാരും മീൻപിടുത്തക്കാരും കഴിവ് കുറഞ്ഞവരൊക്കെ ആയിരുന്നല്ലോ മാഷെ. അറിവില്ലായ്മ കുറ്റകരമല്ല മത്തായിച്ച, അതങ്ങ് സമ്മതിക്കൂന്നേ. കത്തോലിക്ക സഭയെക്കുറിച്ച് അടിസ്ഥാന വിവരമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കൂ അച്ചായ. ഇവിടെ ഇതാ മാത്യു സാമുവൽ ഉന്നയിച്ച വിമർശനങ്ങൾക്കെതിരെ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞ് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ മാത്യു ചെമ്പുകണ്ടത്തിൽ. കത്തോലിക്ക സഭയെ പൊതുവിലും സീറോ മലബാർ സഭയെ പ്രത്യേകിച്ചും പരിഹാസ്യമായ വിധത്തിൽ വിമർശിച്ച് വിശ്വാസികളിൽ സഭയോട് സഭാ നേതൃത്വത്തോടും അവമതിപ്പുണ്ടാക്കി സഭയെ ദുർബലപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഛിദ്രശക്തികൾ അനേകരുണ്ട് ഈ കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയ വ്യാപകമായതോടെ ഇത്തരക്കാരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. ഈ ഗണത്തിൽ ഏറ്റവും ഒടുവിലായി വന്ന വീഡിയോയാണ് ശ്രീ മാത്യു സാമുവൽ എന്ന വ്യക്തിയുടേത്. വളരെ കുറഞ്ഞ പ്രായത്തിൽ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ പുരോഹിതനായ മാർ കൂവക്കാടിനെ കുറിച്ച് മാത്യു സാമുവൽ നടത്തിയ പരാമർശങ്ങൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് മാത്യു സാമുവലിന്റെ അജ്ഞതയുടെ ആഴം വെളിപ്പെടുത്തുന്നതായിരുന്നു. മാർപ്പാപ്പയുടെ വിദേശയാത്രകളിൽ അദ്ദേഹത്തിന്റെ പെട്ടികൾ ചുമക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് മാർ കൂവക്കാടിനെ പരിഹസിക്കുമ്പോൾ മാത്യു സാമുവൽ എന്ന യൂട്യൂബർ തന്നെയാണ് പരിഹാസ്യനാകുന്നത്. അഥവാ അതുതന്നെ ആയിരുന്നു മാർ കൂവക്കാട് നിർവഹിച്ച ചുമതല എന്ന് കരുതുക. അതിലെന്താണ് തെറ്റ്? ഈശോ മിശിഹ ഒരു തച്ചനായിരുന്നു. ആദ്യ മാർപ്പാപ്പയായ പത്രോസ് ഗലീലി കടപ്പുറത്തെ ഒരു മുക്കുവനുമായിരുന്നു. പൗലോസ്ലീഹ കൂടാര നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവനായിരുന്നു. പലവിധ ജോലികൾ ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ ദൈവവിളി സ്വീകരിച്ച് പുരോഹിതരായവരാണ് മാർപ്പാപ്പമാരിൽ പലരും. മനുഷ്യന്റെ മൂല്യം അവൻ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല കണക്കാക്കേണ്ടത്, ഇത് പ്രാകൃത ചിന്തയാണെന്ന് മാത്യു സാമുവലിനെയും ഫാനുകളെയും ഓർമ്മപ്പെടുത്തുന്നു. അത്യുന്നതത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായുടെ ശിഷ്യനായിരുന്നു ഏലീശയുടെ യോഗ്യത. ഏലിയായുടെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നവൻ എന്നതായിരുന്നു 2 രാജാക്കന്മാർ 3:11. നേതൃസ്തംഭങ്ങളെ ശുശ്രൂഷിക്കുകയും അവരുടെ പെട്ടി ചുമക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നിവയൊക്കെ ശിഷ്യഗണത്തെ സംബന്ധിച്ച് മഹാഭാഗ്യം തന്നെയാണ് മാഷെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിൻഗാമികൾക്ക് ശുശ്രൂഷ രംഗത്ത് ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സഭയുടെ പാരമ്പര്യവും പ്രവർത്തന രീതിയുമാണ്. ആരാണ് അഭിവന്യമാർ ജോർജ് ജേക്കബ് കൂവക്കാട്? റവറൻ ഫാദർ ജോർജ് ജേക്കബ് കൂവക്കാട് 2004 സീറോ മലബാർ സഭയിലെ ഒരു വൈദികനായി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരിക. ബഹുഭാഷ പണ്ഡിതനായ അദ്ദേഹം 2006 റോമിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ദി ഹോളി ക്രോസിൽ നിന്നും ദി ഒബ്ലിഗേഷൻ ഓഫ് പവർട്ടി ഫോർ സെക്കുലർ ക്ലെറിക്സ് ഇൻ ദി കോർട്സ് ഓഫ് കാനൻ ലോ എന്ന വിഷയത്തിലെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തി. അതേ വർഷം റോമിലെ പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിലെ പരിശീലനത്തിന് ശേഷം വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിന്റെ ഭാഗമായി അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്റാറിക്ക, വെനിസുല എന്നീ രാജ്യങ്ങളിൽ വിവിധ ചുമതലകൾ വഹിച്ചു. 2021 മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ വിദേശ അപ്പസ്തോലിക യാത്രകളുടെ മുഖ്യ സംഘാടകനായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ഇതിനിടയിലാണ് ഉന്നതമായ നിയോഗങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുക. 2024 നവംബർ 24 മെത്രാനായും
രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസംബർ 8-ന് കർദിനാളായും അദ്ദേഹം ഉയർത്തപ്പെട്ടു. വളരെ കുറഞ്ഞ പ്രായത്തിൽ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാവുന്ന ആദ്യ ഇന്ത്യൻ പുരോഹിതനാണ് മാർ കൂവക്കാട്. 2025 ജനുവരി 11-ന് അദ്ദേഹം പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററി അംഗമായും ജനുവരി 24-ന് മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്റ്റയും അദ്ദേഹം നിയമിതനായി. ഇത്രമേൽ കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയെയാണ് യാതൊരു മടിയുമില്ലാതെ മാർപ്പാപ്പയുടെ പെട്ടിവാഹന ട്രാവൽ ഏജന്റുമായി പ്രവർത്തിച്ചെങ്കിൽ അത് അഭിമന്യമാർ കൂവക്കാടിന്റെ താഴ്മയെന്ന ക്രൈസ്തവ പുണ്യമാണ് പ്രകടമാക്കുന്നത്. മാത്യു സാമുവേലെ അദ്ദേഹത്തിന് ലഭിച്ച പദവികളും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചകളുമെല്ലാം ഈ വിശിഷ്ട സ്വഭാവത്തിന്റെ ഫലമായിരിക്കും. അദ്ദേഹം തിരുസഭയ്ക്ക് മുതൽക്കൂട്ടാണ്. സഭാവിരുദ്ധ ശക്തികൾ ഇതിൽ ബേജാറായിട്ട് കാര്യവുമില്ല. കുറച്ചുനാൾ മുമ്പ് ഇന്ത്യ മുഴുവനും ക്രിസ്തുമതം വ്യാപകമായി പ്രചരിക്കുന്നു എന്നൊരു വാദവും മറ്റൊരു വീഡിയോയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെയും ഇദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. യാതൊരു വസ്തുതയുമില്ലാത്ത തള്ളിമറിക്കൽ. മനുഷ്യരെ മനുഷ്യനായി കാണാൻ പഠിക്കൂ സഹോ. ദൈവത്തിനു മുമ്പിൽ മാർപ്പാപ്പയും താനും ഞാനും ഇപ്പോൾ ജനിച്ചു വീഴുന്ന കൊച്ചുകുഞ്ഞും തെരുവിൽ അലയുന്നവരും എല്ലാവരും ഒന്നാണ്. നാരദന്റെ പണി ചെയ്യാതെ നല്ലവന്റെ പണി ചെയ്യൂ സാർ. അതേ എന്നും നിലനിൽക്കൂ. ഓർമ്മയിരിക്കട്ടെ.